കഫേ കോഫിയുടെ നിന്ന് കോഫി കുടിക്കാതെ ഇറങ്ങിപ്പോയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. 2011 ഞാനും എൻ്റെ സുഹൃത്ത് ബിഷ്റാഫിയും കൂടിയിട്ട് ഒരു ഇവന്റ് മാനേജ്മെന്റ് ടീമിനെ കണക്ട് ചെയ്തിരുന്നു. അന്ന് അവർ മീറ്റിംഗ് പ്ലേസ് ആയിട്ട് ഷെഡ്യൂൾ ചെയ്തത് CCD വെച്ചിട്ടായിരുന്നു. ഞങ്ങൾ നടക്കാതെ പോയൊരു കൺസേർട്ട് സ്വപ്നവുമായി ബന്ധപ്പെട്ട ഒരു മീറ്റിംഗ് ആണ് ആക്ച്വലി അത്. അന്നൊന്നും കോഫിനെ കുറിച്ചോ അല്ലെങ്കിൽ CCDനെ കുറിച്ചോ യാതൊരു ധാരണയില്ല. നമ്മൾ CCD എന്ന് കേട്ടപ്പോൾ തന്നെ ഒന്ന് പിൻവലിഞ്ഞതാണ്. പക്ഷോനെ വലിയ ബില്ലാവുമല്ലോ എന്ന് കരുതിയിട്ട്, അല്ലെങ്കിൽ ഇതിൽ ഏതാണ് ഓർഡർ ചെയ്യേണ്ടതെന്ന് പോലും അറിയാത്ത അൺഅവെയർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. പിന്നീടാണ് കോഫി നമ്മുടെ ലൈഫിൽ എത്രത്തോളം പാർട്ടാണെന്നുള്ളതും നമ്മുടെ കൾച്ചറിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതും മനസ്സിലാവുന്നത്. ആക്ച്വലി പെട്രോളിയം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സെല്ല് നടത്തുന്ന ഒരു കമ്മോഡിറ്റിയാണ് കോഫി. ഒരു ലക്ഷറിയസ് ഡ്രിങ്ക് തന്നെയാണ് ആക്ച്വലി കോഫി. നമ്മൾ ഈ 10 റുപ്യയുടെ കോഫിയിൽ നിന്ന് 1000-2000 രൂപയുടെ കോഫിയിലേക്ക് ഇതിൻ്റെ ഒരു റേഞ്ച് വരുന്നുണ്ട് എന്നുള്ളതാണ്. ആക്ച്വലി ഈ കോഫിക്കൊരു ഹിസ്റ്ററി ഉണ്ട്. കോഫിയുടെ ഹിസ്റ്ററി എന്ന് വെച്ചാൽ 15th സെഞ്ചുറിയിലാണ് ആക്ച്വലി കോഫി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എത്യോപ്യയിലെ സൂഫികളാണ് ആക്ച്വലി കോഫി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അവരുടെ മിഡ് നൈറ്റ് പ്രയറിന് എനർജി ഉണ്ടാകാൻ വേണ്ടിയിട്ട് അവർ കണ്ടെത്തിയൊരു പാനീയമാണ് കോഫി. പിന്നീട് 16th സെഞ്ചുറിയിലാണ് തുർക്കിയിൽ ആദ്യമായിട്ടൊരു കഫേ അല്ലെങ്കിൽ കോഫി ഷോപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഇസ്താംബൂളിൽ. ആ ഒരു ടൈമിൽ യൂറോപ്പിൽ കോഫി ബാൻഡാണ്. ബേസിക്കലി കോഫി ഒരു മുസ്ലിം ഡ്രിങ്ക് എന്ന നിലക്ക് യൂറോപ്പിൽ ടോട്ടലി ബാൻ ചെയ്തിരുന്നു പോപ്പ്. പിന്നീട് 17th സെഞ്ചുറിയിലാണ് UK കോഫി വ്യാപകമാകുന്നത്. ആക്ച്വലി CCയുടെ ടാഗ് ലൈൻ പറഞ്ഞ പോലെ തന്നെ എ ലോട്ട് ക്യാൻ ഹാപ്പൺ ഓവർ കോഫി എന്നുള്ളതാണ്. കോഫിയുടെ പുറത്ത് കോൺവെർസേഷൻസും കണക്ഷൻസും കമ്മ്യൂണിറ്റിയും ബിൽഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് തന്നെ പണ്ടത്തെ രാജാക്കന്മാർ കോഫിനെ വളരെയധികം ഭയപ്പെട്ടിരുന്നു. ഈ ഒരു കോഫി ഒരു സോഷ്യൽ ഡ്രിങ്ക് ആണ്, ഇതൊരു സോഷ്യൽ കോസായി മാറും, ഇതൊരു സോഷ്യൽ ആക്ടിവിസമായി മാറും, ഭരണങ്ങൾ വരെ അട്ടിമറിയും എന്നുള്ള രീതിയിൽ ഭയപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഇപ്പോഴത്തെ ഒരു കോഫി കൾച്ചർ അല്ലെങ്കിൽ കഫേ കൾച്ചറിലാണ് നമ്മൾ ധാരാളം ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്യുന്നത്, കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നത്. ഈവൻ നടക്കാതെ പോയ ഒരുപാട് പ്ലാനുകളുടെ ഒരു ബർത്ത് പ്ലേസ് എന്നുള്ളത് മേ ബി കോഫി ഷോപ്പ് ആവും. ഈവൻ നിങ്ങൾ ടീ ലവർ ആയിരിക്കാം, സ്റ്റിൽ ഡിബേറ്റ് ഗോയിങ് ഓൺ വിച്ച് ഈസ് ദ ബെസ്റ്റ്, ടീ ഓർ കോഫി.